വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നുന്നുണ്ട്. പ്രൗഢഗംഭീരമായ ഈ ക്യാമ്പിൻ്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിലും നിങ്ങളുടെ മനോഹരമായ വിവിധ തരത്തിലുള്ള ശാരീരിക ശിക്ഷണത്തിൻ്റെ പ്രദർശനം ഇവിടെ നേരിട്ട് കാണാൻ സാധിച്ചതിലും നിങ്ങൾ ഓരോരുത്തരും വളരെ മനോഹരമായി ഓരോ കാര്യങ്ങളും ചെയ്തു. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. പ്രത്യേകിച്ച് ബാൻഡ് അവർ വായിച്ച ഓരോ ഗാനവും ഭാരതീയ ഗാനങ്ങളാണ് എന്നത് ഹൃദ്യമായിരുന്നു. ഇതുപോലുള്ള ഡ്രില്ലുകൾ കാണുമ്പോൾ പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് നമ്മളുടെ പരിശീലന കാലം ഓർമ്മ വരാറുണ്ട്. കാരണം പോലീസ് സേനയിലേക്ക് പ്രവേശനം ലഭിച്ച ശേഷം ഇതുപോലെ കഠിനമായ ശാരീരിക പരിശീലനത്തിലൂടെ കടന്നു പോകേണ്ട സ്ഥിതിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു. ഞങ്ങളോട് എപ്പോഴും പറയാറുള്ളത്, പലപ്പോഴും എനിക്ക് തന്നെ സംശയം ഉണ്ടാകാറുണ്ട്, എന്തിനാണ് ഒരു ഉയർന്ന നിലയിലുള്ള ഉദ്യോഗസ്ഥനായിട്ട് പോകേണ്ടവർ ഇത്രയധികം കഠിന വ്യായാമ മുറകൾ ചെയ്യുന്നത് എന്ന്. പക്ഷേ പലപ്പോഴും ഞങ്ങളുടെ ഗുരുക്കന്മാർ, ശിക്ഷണം നൽകിയിരുന്നവർ പറഞ്ഞിരുന്നത്, ശാരീരികമായി കരുത്ത് ആർജിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിനെയും കരുത്തുള്ളതാക്കും എന്ന്, കരുത്ത് മനസ്സിലേക്കും കൂടെ കയറും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ 15 ദിവസത്തെ ശിക്ഷണത്തിന് ശേഷം, പരിശീലനത്തിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും വളരെ കരുത്തുട്ട, മനസ്സിലും ശരീരത്തിലും ഒക്കെ വളരെയധികം ശക്തി ആർജിച്ച വ്യക്തികളായി മാറി എന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇവിടെ ഈ ക്യാമ്പ് ഇത്ര നല്ല രീതിയിൽ സംഘടിപ്പിച്ച ഓരോരുത്തരോടുമുള്ള അഭിനന്ദനവും കൃതജ്ഞതയും ഇവിടെ രേഖപ്പെടുത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അത്ര നല്ല രീതിയിലാണ് ഇത് നടന്നത്. 33 വർഷത്തിന് ശേഷമാണ് എന്ന് ഞാൻ കരുതുന്നു ഇവിടെ ഇങ്ങനെ നമ്മുടെ സംസ്ഥാന തലത്തിലൊരു ക്യാമ്പ്, ഇപ്പോൾ ഇവിടെ ദക്ഷിണ പ്രദേശത്തിൻ്റെ ഒരു ക്യാമ്പ് ഇവിടെ നടന്നതും ഒക്കെ. വളരെ സന്തോഷമുള്ള മറ്റൊരു കാര്യം, 29-ാം തീയതി രാവിലെ ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം ഇവിടെ വന്ന് വിളക്ക് കൊളുത്തി നിങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും തിരിച്ചിവിടെ വന്ന് നിങ്ങളുടെ ഉദയത്തിലുള്ള ചില പരിപാടികൾ കാണാനുമൊക്കെ സാധിച്ചു. അതിനുശേഷം വീണ്ടും ഇവിടെ അവിചാരിതമാണെങ്കിൽ പോലും വന്ന് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും തോന്നുന്നുണ്ട്. നമ്മുടെ ഭാരതം വളരെ വലിയ ഒരു സംസ്കാരത്തിൻ്റെ അടിത്തറയാണ്. ഈ സംസ്കാരം, നമ്മുടെ ഹിന്ദുത്വം, ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല, അതിലുപരി ഹിന്ദുസ്ഥാൻ നടത്തുന്ന ഹിന്ദുസ്ഥാനിൻ്റെ ഒരു ആചാര അനുഷ്ഠാന കർമ്മങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിത ശൈലിയാണ് എന്ന് പലർക്കും അറിയില്ല. 100 വർഷമായിട്ട് RSS ഇവിടെ പ്രവർത്തിക്കുന്നു. ഭാരതത്തിൽ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് സേവനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. പക്ഷെ പലരുടെയും ഇടയിൽ ഇതിനെക്കുറിച്ച് വളരെ തെറ്റായ ധാരണകളുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. നിർഭാഗ്യമെന്നേ പറയേണ്ടതുള്ളൂ, നമ്മുടെ പാഠ്യപദ്ധതികളിൽ, സ്കൂൾ കോളേജ് പാഠ്യപദ്ധതികളിൽ ഇതിനെക്കുറിച്ചൊന്നും കാര്യമായ പഠനം നൽകുന്നില്ല, ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ജനങ്ങളിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ, ഇതിൽ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രസ്ഥാനത്തിൻ്റെ സദ്ഗുണങ്ങളെക്കുറിച്ച് അറിവുള്ളൂ. മറ്റുള്ളവർക്കെല്ലാം തെറ്റായ ധാരണകൾ വളരെയധികമുണ്ട്. നിർഭാഗ്യകരമെന്ന് വേണം പറയാൻ. നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്ന ഒരു വളരെ വലിയൊരു മഹിള ഉണ്ടായിരുന്നു, അഹല്യാഭായ് ഹോൾക്കർ എന്ന് പറഞ്ഞ്. 300 വർഷത്തിന് മുൻപ് മാൾവ രാജ്യം ഭരിച്ചിരുന്ന ഒരു മഹതിയായിരുന്നു. അന്നത്തെ കാലത്ത് അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. എങ്കിലും അഹല്യാഭായ് ഹോൾക്കറെ കുറിച്ച് ഒരു പാഠ്യപദ്ധതിയിലും ഒരു വിവരവും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ഖേദകരമാണ്. ഈ വർഷം അഹല്യാഭായ് ഹോൾക്കറുടെ 300-ാം ജന്മവാർഷികം ആചരിക്കുന്ന വർഷമാണ്. നമ്മൾ ഇപ്പോൾ പല സ്ഥലത്തായി അവരെക്കുറിച്ചുള്ള വിവരം നൽകിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ, സമൂഹത്തിൻ്റെ ഇടയിൽ. കാരണം സ്ത്രീ ശാക്തീകരണത്തിന് വളരെ നല്ല ഒരു മാതൃകയാണ് അഹല്യാഭായ് ഹോൾക്കർ. അതുപോലെ നമ്മളുടെ പ്രവർത്തകർ എല്ലാവരും ചെയ്യുന്ന പല പരിപാടികളും കുറച്ചും കൂടെ നല്ല രീതിയിൽ ജനങ്ങളുടെ മുൻപാകെ എത്തിക്കേണ്ട ആവശ്യമുണ്ട്.
നമ്മൾ എന്ത് മാധ്യമം ഉപയോഗിച്ചാലും, പത്രമാധ്യമങ്ങളാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളാണെങ്കിലും, രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ചെയ്തു വരുന്ന ദേശസേവനം അതിൻ്റെ തനതായ രൂപത്തിൽ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു വല്ലാത്ത ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ പുറത്തു നിന്നുള്ള ശത്രുക്കൾ ആക്രമിക്കുമ്പോഴും അകത്ത് നിന്ന് തന്നെ ചില ആൾക്കാർ ശത്രുതാ പക്ഷം കാണിക്കുന്നു എന്നത് വളരെ കഷ്ടമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെപ്പോലെ തന്നെ ഇതുപോലെയുള്ള പരിശീലനം നേടിയെടുക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ടുള്ള, ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി. അദ്ദേഹവും ഇതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ രാഷ്ട്രീയ സ്വയം സേവകിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ നോക്കൂ എന്തുമാത്രം ഉയരത്തിൽ അദ്ദേഹം എത്തി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ കീഴിൽ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കിട്ടുന്ന ഈ ഒരു നല്ല സമയം, ഈ ഒരു നല്ല കൃത്യം നമ്മൾ മനസ്സാ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളിപ്പോൾ പരിശീലിച്ചെടുത്ത ഈ മാതാവിനോടുള്ള, നമ്മുടെ മാതൃഭൂമിയോടുള്ള സ്നേഹം, അത് നമ്മൾ എങ്ങനെ പ്രകടമാക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഈ നിങ്ങളുടെ പ്രവർത്തിക്കുന്ന ഡ്രില്ലെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ദണ്ഡ അതുപോലെയുള്ള മറ്റ് പല ഡ്രില്ലുകളും ചെയ്യുന്നത് ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വയം പ്രതിരോധിക്കാനും നമ്മുടെ ഭൂമിയെയും നമ്മളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സംസ്കാരങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുമൊക്കെയാണ്. നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മുടെ അഖണ്ഡത തകർക്കാൻ ശ്രമിക്കുന്ന ആരെയും നമുക്ക് വെച്ച് പൊറുപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ അവർക്കെതിരെ ചെയ്യാനുള്ള ഒരു ധൈര്യം, അവർക്കെതിരെ ശബ്ദിക്കാനുള്ള ഒരു ധൈര്യം, പ്രവർത്തിക്കാനുള്ളൊരു ധൈര്യം, അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ പ്രായം മുതലേ നിങ്ങൾക്ക് ഈ പരിശീലനം RSS നൽകുന്നത്. ഇപ്പോൾ അറിയാം, യുവാക്കൾ പല തരത്തിൽ ഉള്ള കെണിയിൽപ്പെട്ട് പല തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള നല്ല യുവാക്കൾ, 18-നും 40-നും ഒക്കെ വയസ്സിനിടയിലുള്ള യുവാക്കൾ ഇതുപോലെ ദേശ സേവനത്തിനായി, മാതൃ നന്മയ്ക്കായി, നമ്മുടെ ഭൂമിക്കായി, ഭാരതത്തിനായി ഇത്രയും ദിവസം ചിലവഴിക്കുന്നത് ഒരു വലിയ കർമ്മമാണ്. ഇത് നിങ്ങളുടെ ഊർജം നല്ല വഴിയിലേക്ക് കൊണ്ടുപോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിവിടെ വെച്ച് നിർത്തരുത്, തീർച്ചയായിട്ടും തുടർന്ന് കൊണ്ടുപോകണം. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീടുകളിലും സ്ഥലങ്ങളിലും എത്തിയതിന് ശേഷം മറ്റുള്ളവരോടും സുഹൃത്തുക്കളോടും ഒക്കെ പറയുക, എന്ത് നല്ല ഒരു പരിപാടിയാണ് ഞാൻ പങ്കെടുത്തത്, എത്ര നല്ല ക്യാമ്പായിരുന്നു, ഇനി കുറച്ചും കൂടെ ആൾക്കാർ ഇതിനകത്ത് ചേരേണ്ടതായിട്ടുണ്ട്, എല്ലാവർക്കും കൂടെ ചേർന്ന് നമുക്കിതൊരു വലിയ വിജയമാക്കി മാറ്റണം എന്നുള്ള ആ സന്ദേശവും നിങ്ങളിവിടെ നിന്നെടുത്തിട്ടുള്ള ചിത്രങ്ങളും ഒക്കെ നിങ്ങൾ പലർക്കും പങ്കുവെച്ചുകൊണ്ട് ഇതിൻ്റെ മഹത്വം നിങ്ങൾ വിളിച്ചോതുന്നതിലൂടെ ഒരു വലിയ കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഭാരതമാതാവ്, നമ്മുടെ അമ്മ തീർച്ചയായും എന്തും സഹിക്കുന്ന, സർവസഹയായിട്ടുള്ള, ക്ഷമിക്കുന്ന ഭൂമിയാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് അശുദ്ധമായിട്ടുള്ള ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രയാണം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ. അതിനുള്ള ധൈര്യം ഉള്ള സിംഹക്കുട്ടികളാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, ഭഗവതി ദേവി അനുഗ്രഹിക്കും. ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട്. ജയ് ഭാരത് മാതാ.